മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക്കൽ ഓവർസിയർ ഓർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ കോഡ് 55/2019 അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ ഗ്രാഫിക്സ്, IC എൻജിൻസ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് മെക് പി എസ് സി ഒരു ക്രാഷ് കോഴ്സ്, ഓവർസിയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. The first one, the formula for finding volume of hollow cylinder is dash. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് πr²h സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആളുകളും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഹോളോ സിലിണ്ടറാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നോർമൽ സിലിണ്ടറിൽ നിന്നും അതിൻ്റെ ഉള്ളിൽ ഒരു പർട്ടിക്കുലർ റേഡിയസ് വന്നിട്ട് കട്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് πr²h ആയിരിക്കില്ല ഇക്വേഷൻ വരിക. അത് നോർമൽ സിലിണ്ടർ, സോളിഡ് സിലിണ്ടറിൻ്റെ കേസിലാണ്. അപ്പോൾ ഇവിടെ അതിൽ നിന്നും ഒരു സ്മോൾ ലെറ്റർ R ഉള്ള ഒരു വോളിയം മൈനസ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ 2 R വരുന്ന ടേം വരുന്നതായിരിക്കും അതിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്കിവിടെ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ R+R × R - R എന്നുള്ളൊരു ടേം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോർമുലയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ R² എന്നുള്ളതിൽ നിന്നും R+R × R - R ആ ഒരു ടൈമിലേക്ക് മാറിയതാണ് ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫോർമുല ഒന്നും പഠിച്ചു വെക്കാതെ തന്നെ ഇതിൽ നിന്ന് ആൻസർ ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി അതേപോലെ 4/3 πr³ എന്ന് പറയുന്നത് സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷനാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ വിച്ച് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 14 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 14 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ, അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഏരിയ എത്രയെന്നാണ്. അപ്പോൾ അതിൽ 14 സൈഡുള്ള സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ 14 സ്ക്വയർ വരും. 196 ആയിരിക്കും അതിൻ്റെ ഏരിയ വരുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. അതിൻ്റെ ഡയമീറ്റർ 14 തന്നെയാണ് വരിക. അപ്പോൾ റേഡിയസ് 7 വരും. അപ്പോൾ റേഡിയസ് 7 വരുന്ന സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² കാണാം. അപ്പോൾ πr² കാണുമ്പോൾ നമുക്ക് 154 എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടുത്തെ ആൻസർ 154 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ റിമൈനിങ് പോർഷൻ്റെ ആണ് ചിലപ്പം ചോദിക്കുക. ഇവിടുത്തെ ഷെയ്ഡഡ് പോർഷൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ പോർഷനിൽ നിന്നും സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 196 നിന്നും 154 കുറച്ച് കഴിഞ്ഞാൽ 42 എന്നുള്ളൊരു ആൻസറും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് അതിലേക്ക് ചോദിച്ചിട്ടില്ല, സർക്കിളിൻ്റെ ഏരിയ മാത്രമാണ് ചോദിച്ചത്. അത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പം 154 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇഫ് വോളിയം ഓഫ് സിലിണ്ടർ ഈസ് 900 ക്യൂബിക് സെൻറ്റിമീറ്റർ വിത്ത് ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റർ, ദെൻ ഡയമീറ്റർ ഓഫ് സിലിണ്ടർ ഈസ് ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 9.57, ഓപ്ഷൻ സി 7.57, ഓപ്ഷൻ ഡി 12.23. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് സിലിണ്ടറിൻ്റെ വോളിയമാണ്, അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ πr² × h ആണ്. അതിൽ h തന്നിട്ടുണ്ട്. R ആണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ വോളിയം ഡയറക്റ്റ് 900 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൽ വാല്യൂ അപ്ലൈ ചെയ്യുക. പൈക്ക് പകരം 22/7 എടുക്കുക. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 3.8 ആണ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2r ആയിരിക്കും ഡയമീറ്റർ എന്ന് പറയുന്നത്. 3.8 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 7.6 നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഓപ്ഷൻ സി 7.57 ഉണ്ട്. 7.6 ആക്കിയിട്ട് അത് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ ബബിൾ ചെയ്യാം. ദ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഏരിയ ഓഫ് എ സ്ക്വയർ ഏരിയ ഓഫ് എ സർക്കിൾ ഹൂസ് സർക്കിംഫറൻസ് ഈസ് 44 സെൻറ്റിമീറ്റർ. സർക്കിംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 2πr ആണ് വരുന്നത്. അപ്പോൾ 2πr ഇസ് ഈക്വൽ ടു 44 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് r ഫൈൻഡ് ചെയ്യാം. 44/2π ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ 7 ആറിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ 154 എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 69C ആണ് ആൻസർ വരുന്നത്. The next one, how many balls of 2 cm radius can be made by melting of a big ball of diameter 16 cm? ഇപ്പോൾ 2 cm റേഡിയസ് ഉള്ള എത്ര ബോൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 16 cm ഉള്ള ആ ഒരു ബിഗ് ബോൾ മെൽറ്റ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇതിൽ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് വോളിയംസ് ഫൈൻഡ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ആദ്യം റേഡിയസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലാർജർ ബോളിൻ്റെ കേസിൽ ഡയമീറ്റർ 16 ആണ് പറഞ്ഞത്. അപ്പം റേഡിയസ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 4/3 πr³ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനൊരു വാല്യൂ നമുക്ക് കിട്ടും. പിന്നെ സ്മോളിൻ്റെ കേസിലും അതിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞത്. അത് വെച്ചിട്ട് അതിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ രണ്ട് വോളിയം തമ്മിലുള്ള റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ എത്ര എണ്ണം കിട്ടും എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അങ്ങനെ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 64 നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബിഗ് ബോളിൻ്റെ വോളിയം കാണുക, പിന്നെ സ്മോൾ ബോളിൻ്റെ വോളിയം കാണുക. അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോൾ വോളിയം ഡിവൈഡഡ് ബൈ സ്മോൾ ബോൾ വോളിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ആംഗിൾ ഓഫ് സെക്ടർ ഹൂസ് റേഡിയസ് ഈസ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഏരിയ ഈസ് 78.5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ സെക്ടറിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏരിയയും റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്ടറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണിത്, α/360 ഇൻറ്റു π ഇൻറ്റു r². അപ്പോൾ റേഡിയസ് സ്ക്വയർ. അപ്പോൾ അത് ഏരിയ നമുക്ക് 78.5 ആണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഇൻറ്റു എഴുതാം. ഇതിൽ നിന്നും ആൽഫ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആംഗിൾ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. ആൽഫ നമുക്ക് 90 ഡിഗ്രി ആണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ സൈഡ് ഓഫ് റെക്റ്റാങ്കുലർ ഫീൽഡ് ഈസ് 4 meter and its diagonal is 5 meter. The area of the field is, ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഫീൽഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് 4 meter ആണ്, അതിൻ്റെ ഡയഗണൽ 5 meter ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഡയഗണലും ഒരു സൈഡും കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇമാജിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 3:4:5 ആ ഒരു റേഷ്യോ ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് 3 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സോൾവ് ചെയ്തെടുക്കുന്ന സമയത്ത് 3² + 4²
ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ 3 ആണ് അതിൻ്റെ ഒരു സൈഡ് വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് 4 ഇൻറ്റു 3 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് 12 സ്ക്വയർ മീറ്റർ ആണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. The next one, if the volume of two cubes are in the ratio of 27:1, the ratio of their edges is, ഇപ്പോൾ 2 ക്യൂബ് അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ 27:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എഡ്ജിൻ്റെ റേഷ്യോ എങ്ങനെ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് 1 വോളിയം ഓഫ് 2 എന്ന് പറയുന്നത് 1:21 ആണ്. അപ്പോൾ അവിടെ A1 അതിൻ്റെ ഒരു സൈഡാക്കി എടുക്കുകയാണെങ്കിൽ A1 ക്യൂബായിരിക്കും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ A1 ക്യൂബ് A2 ക്യൂബ് ആണ് 1:27 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാവുമ്പോൾ A1/A2 എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യൂബ് റൂട്ട് എടുത്താൽ കിട്ടുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് 1/3 1:3 ആണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 27:1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് തിരിച്ചെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 3:1 എന്നുള്ള റേഷ്യോ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏരിയ നമുക്ക് 9:1 ആയിരിക്കും വരിക ഈ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നല്ലപോലെ നോക്കണം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദെയർ എഡ്ജസ് ഈസ് എന്നാണ്. അപ്പോൾ എഡ്ജസിൻ്റെ റേഷ്യോ വരുന്നത് 3:1 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേഷ്യോ എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാനിവിടെ കൊടുത്തതിൽ ആൻസറിൽ എഴുതിയത് 1:27 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 27:1 എന്ന് പറയുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ തെറ്റിക്കാനുള്ള ഒരു ആൻസർ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ 5 മീറ്റർ, 12 മീറ്റർ ആൻഡ് 13 മീറ്റർ. ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ്. അപ്പോൾ നമുക്ക് 5, 12, 13 എന്ന് പറയുന്ന സൈഡ്സ് വരുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അത് നമുക്ക് ഇതിൻ്റെ സൈഡ്സ് കണ്ടാൽ തന്നെ നമുക്ക് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ ആ ഒരു ഫോർമുല അപ്ലൈ ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. അപ്പോൾ ബേസ് 12 ആണ്, ഹൈറ്റ് 5 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 12×5 60/2 വന്നിട്ട് 30 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദ നെക്സ്റ്റ് വൺ, if cube of a side A, the total surface area is. ഇപ്പോൾ ക്യൂബിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. അപ്പോൾ നമുക്ക് 6 സൈഡാണ് ഒരു ക്യൂബിനുണ്ടാവുക, 4 ഫേസസും ടോപ്പ് ബോട്ടം ഫേസസും. അങ്ങനെ ടോട്ടൽ 6 A² വരും. അതാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. The next one, find the area of a square of diagonal 30 centimeter. ഡയഗണൽ 30 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡയഗണൽ വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് d²/2 എടുത്താൽ മതി. d²/2 ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ D തന്നിരിക്കുന്നത് 30 ആണ്. 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 900 വരും. 900/2 എന്ന് പറയുമ്പോൾ 450 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ആ ഒരു ഫോർമുലയും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. d²/2 കണ്ടാലും നമുക്ക് ഏരിയ ആണ് കിട്ടുന്നത്. ഇനി അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡ് വേണമെങ്കിൽ പോയിട്ട് കാണാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ സ്ക്വയറാണ് 1/√2 എന്നുള്ള രീതിയിലായിരിക്കും ഡയഗണലിൻ്റെയും സൈഡ്സിൻ്റെയും റേഷ്യോ ഫോളോ ചെയ്യുക. അപ്പോൾ അതുവഴി സൈഡ് കണ്ടുപിടിച്ചതിന് ശേഷം
എ സ്ക്വയർ കണ്ടാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ദ നെക്സ്റ്റ് വൺ, വെൻ എ ഷീറ്റ് സൈസ് 10 meter into 5 meter cut into small pieces of 25 centimeter into 20 centimeter, how many number of pieces will be cut? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പീസായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏരിയ ഇപ്പോൾ വലിയ പീസാകുന്ന സമയത്ത് 10 meter എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂണിറ്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മീറ്റർ ആയതിനെക്കൊണ്ട് ഇൻറ്റു 100 ചെയ്യണം സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 meter 10 into 100, അപ്പം 1000 into 500 സെൻറ്റിമീറ്റർ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഏരിയ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 lakhs കിട്ടും. പിന്നെ 25 into 20 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 500 എന്നും കിട്ടും. അപ്പോൾ 5 lakh by 500 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കിട്ടും. ഇവിടുത്തെ യൂണിറ്റ് നല്ലപോലെ ശ്രദ്ധിക്കണം. യൂണിറ്റ് ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. ദ നെക്സ്റ്റ് വൺ, ഏരിയ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ് R. റേഡിയസ് R ഉള്ള സ്ഫിയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ 4πr² ആണ് അതിൻ്റെ ഏരിയ. സ്ഫിയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 4πr². The next one, a rectangle carpet has an area of 120 square meter and perimeter is 46 meter. The length of its diagonal. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചത്. കാർപ്പറ്റിൻ്റെ ഏരിയ റെക്റ്റാങ്കുലർ ഷേപ്പാണ്, അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, പെരിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A+B, അതായത് രണ്ട് സൈഡും കൂടി കൂട്ടിയതിന് ശേഷം ഇൻറ്റു 2. അപ്പോൾ അത് 46 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A+Bയുടെ വാല്യൂ വരുന്നത് 23 ആയിരിക്കും. പിന്നെ നമുക്കറിയാം AB എന്ന് പറയുന്ന വാല്യൂ, അതായത് ഏരിയ A ഇൻറ്റു B ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ് കിട്ടുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് A² + B², അതിൻ്റെ റൂട്ട് കണ്ടാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും. ഇവിടെ A² + B² എന്നുള്ള ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ A+B ആണെങ്കിൽ നമുക്കിവിടെ 23 ആണെന്ന് അറിയാം. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ A+B² അതിൻ്റെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം A² + B² + 2AB ഉണ്ടാവും. അപ്പോൾ അതിൽ 2AB നമുക്ക് ഇവിടെ ആവശ്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ടൈമിനൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു -2ABയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ നമ്മളിങ്ങനെ മാറ്റുകയാണ്. A² + B²നെ A+B² - 2AB എന്നുള്ള ടൈമിലേക്ക് മാറ്റി. അപ്പോൾ ഇങ്ങനെ A+Bയുടെ വാല്യൂ നമുക്കറിയാം 23 ആണ്. അത് -2AB, AB-യുടെ വാല്യൂ നമുക്കറിയാം 120 ആണ്. അപ്പോൾ ഇവിടെ 2AB 240 വന്നു. അപ്പോൾ അത് വാല്യൂ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 17 മീറ്റർ ആണ് ആൻസർ കിട്ടുക. ഡയഗണലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 മീറ്റർ ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ, ഇഫ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദ two squares is 16:1, the ratio of their perimeter. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 16:1 ആണ് അതിൻ്റെ റേഷ്യോ ഫോളോ ചെയ്യുന്നത്. ഏരിയയുടെ റേഷ്യോ ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് A² ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 4A ആണ്. അപ്പോൾ A² / A² ആണ് 16:1. അപ്പോൾ അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആയിരിക്കും. ഇനി 4:1 രണ്ട് സൈഡിലും മുകൾ ഭാഗത്തും താഴെ ഭാഗത്തുമായിട്ട് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആ ടൈമിൽ
16:4 ആണ് അതിൻ്റെ റേഷ്യോ നമുക്ക് കിട്ടാൻ പോകുന്നത്. പെരിമീറ്ററിൻ്റെ റേഷ്യോ ആണ് പറയുന്നത്. അപ്പോൾ പെരിമീറ്ററിൻ്റെ റേഷ്യോ 16:4 കിട്ടും. അപ്പോൾ അതൊന്നുകൂടി വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 4:1 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആയിട്ടുള്ള 4:1. The next one, the sum of interior angle of a pentagon is. അപ്പോൾ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ 5 sides ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ, ടോട്ടൽ ഇൻറ്റീരിയർ ആംഗിളൊക്കെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180 ആണ്. അപ്പോൾ ഇവിടെ 5 sides വരുമ്പോൾ n എന്ന് പറയുന്നത് 5 ആവും. അപ്പോൾ 5 - 2 എന്ന് പറയുമ്പോൾ 3 × 180 വരുമ്പം 540 വരും. ഇനി അതിൽ ഒരു ആംഗിൾ മാത്രം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ /5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു സൈഡിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ടോട്ടൽ സം എന്ന് പറയുന്നത് 540 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, എക്സെൻട്രിസിറ്റി ഓഫ് പാരാബോള. അപ്പോൾ പാരാബോളയുടെ എക്സെൻട്രിസിറ്റി =1 ആയിരിക്കും. >1 ആയാൽ അത് എലിപ്സ് ആണ്, >1 ആയാൽ അത് ഹൈപ്പർബോളയാണ്. നെക്സ്റ്റ് വൺ, ദ ട്രിംഡ് സൈസ് ഓഫ് A1 ഡ്രോയിങ് ഷീറ്റ് ഈസ്. ഡ്രോയിങ് ഷീറ്റിലെ സൈസുകൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും ഓർത്ത് വെക്കണം. അത് വെച്ചിട്ട് നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ A0യുടെ വാല്യൂ ആണ് 841 × 1189. അപ്പോൾ അതിൻ്റെ നേരെ പകുതിയായിരിക്കും A1 എന്ന് പറയുന്നത് 594 × 841. അപ്പോൾ നോക്കിൽ ടോപ്പ് വാല്യൂ പഠിക്കുക. പിന്നെ A4 ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. 210 × 297 mm ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിളാണ് A3 എന്ന് പറയുന്നത്, ഈ വാല്യൂ വരും. A2 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ വരും. A1 എന്ന് പറയുമ്പോൾ ഇത് വന്നു. A0 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ. ദ നെക്സ്റ്റ് വൺ, ദ വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ടേബിൾ ഈസ് നോൺ ആസ് എബണി എഡ്ജ് ആണ്. അപ്പോൾ അത് T² ഒക്കെ സ്ലൈഡ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള എബണി കൊണ്ടുള്ള ഒരു എഡ്ജസ് ഡ്രോയിങ് ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് 84 എബണി എഡ്ജ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹൗ ദ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ് ആർ ഡെസിഗ്നേറ്റഡ്. അപ്പോൾ ലെറ്റേഴ്സും ന്യൂമറൽസും ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ബൈ ദെയർ ഹൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാറ്. നെക്സ്റ്റ് വൺ, നെയിം ദ പോളിഗൺ വിച്ച് ഈസ് ബൗണ്ടഡ് ബൈ 9 sides. 9 sides ഉള്ളതിനെ നണ്ണഗൺ എന്നാണ് വിളിക്കാറ്. 10 sides ആണെങ്കിൽ ഡെക്കഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ, ഹെക്സഗൺ എന്ന് പറയുന്നത് 6 side. ഇവിടെ നണ്ണഗണാണ് ആൻസർ വരുന്നത്. Then next one, what is the name of part of a circle bounded by 2 radius and its arc? 2 റേഡിയസും ആർക്കും വരുന്ന ആ ഒരു ഏരിയനെ സെക്ടർ എന്നാണ് വിളിക്കാറ്. 2 റേഡിയസും ഒരു ആർക്കും വരുന്ന ഏരിയയാണ് സെക്ടർ എന്ന് പറയുന്നത്. സെഗ്മെൻറ്റിനെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ആർക്കും അതിൽ 2 ടച്ച് ആവുന്ന രീതിയിലുള്ള ഒരു ലൈനും വരുന്നതാണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെഗ്മെൻറ്റിൻ്റെ ലൈന് ലെങ്ത്ത് ഡയമീറ്റർ ആകുമ്പോൾ അത് ഹാഫ് സർക്കിളായിട്ട് മാറും. ദ നെക്സ്റ്റ് വൺ, ദ റേഷ്യോ ഓഫ് ബിറ്റ്വീൻ 2 adjacent സൈഡ് ഓഫ് എ ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിൻ്റെ 2 adjacent സൈഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. 1:2 ആണ് ഡ്രോയിങ് ഷീറ്റിൻ്റെ റേഷ്യോ. നെക്സ്റ്റ് വൺ, ഇൻ വിച്ച് regular polygon sides are equal to radius of circumscribing circle. അപ്പോൾ നമുക്കറിയാം ഹെക്സഗൺ വരയ്ക്കുന്ന സമയത്ത് ഹെക്സഗൻ്റെ ഒരു സൈഡും അതിൻ്റെ റേഡിയസും എന്തായിരിക്കും, ഈക്വലായിട്ടായിരിക്കും വരിക. ഹെക്സഗണാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ പരാബോള. അപ്പോൾ പ്രൊജക്ടൈൽ പാത്ത് പരാബോളിക് പ്രൊഫൈലായിരിക്കും ഫോളോ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, എ കോണിക് ഹാവിങ് ഓൺലി 1 ഡയറക്ട്രിക്സ്. 1 ഡയറക്ട്രിക്സ് ഉള്ളത്
പരാബോളയാണ്. എക്സെൻട്രിസിറ്റി വാല്യൂ 1 വരുന്നതും പരാബോള തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കണം. ബോ കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ്. ഇപ്പോൾ ബോ കോമ്പസ് എന്ന് പറയുന്നത് വെരി സ്മോൾ സർക്കിൾസൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കോമ്പസ് ആണ്. അപ്പോൾ വെരി സ്മോൾ സർക്കിളാണ് ബോ കോമ്പസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ മാക്സിമം നമ്പർ ഓഫ് ടാൻജൻസ് ഡ്രോയിങ് ടു എ സർക്കിൾ ഫ്രം എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. നമുക്കൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ഒരു ഔട്ട്സൈഡ് പോയിന്റിൽ നിന്നും മാക്സിമം 2 ടാൻജൻറ്റേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സെൻറ്ററിലെ ടോപ്പ് പോർഷനിലൂടെ ഒന്നും ബോട്ടം പോർഷനിലൂടെ ഓരോന്നും, അങ്ങനെ ടോട്ടലി 2 ടാൻജൻസ് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഗ്രാഫിക്കൽ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫിഗറൊക്കെ വെച്ചിട്ട്. ഇത് ക്ലിയർ ആവാത്ത ആളുകളുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിക് സെഷൻ കൂടുതലായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നതായിരിക്കും. അക്യൂട്ട് ആംഗിൾ ഈസ് ആൻ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രിയാണ് വരിക. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി വരും. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. റൈറ്റ് ആംഗിൾ എന്നാണ് ഈക്വൽ ടു 90 ഡിഗ്രി ആംഗിളിനെ നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എൻലാർജ്ഡ് സ്കെയിൽ. അപ്പോൾ എൻലാർജ്ഡ് സ്കെയിലിൽ n:1 എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഫിഗർ വലുതായിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ചെറുതുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്കെയിലാണ് എൻലാർജ്ഡ് സ്കെയില്. റെഡ്യൂസ്ഡ് സ്കെയിലാവുന്ന സമയത്ത് 1:n എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂയിലേക്ക് പോകും. പിന്നെ ഈക്വൽ സ്കെയിലാവുമ്പോൾ 1:1. റെഡ്യൂസ്ഡ് സ്കെയിലിൻ്റെ കേസിൽ നമ്മൾ വരയ്ക്കുന്ന ഫിഗറിനേക്കാളും വലിയ ഫിഗറായിരിക്കും ആക്ച്വൽ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ഫിഗറിനേക്കാളും ചെറുതാക്കിയിട്ട് നമ്മൾ വരച്ചാൽ അത് റെഡ്യൂസ്ഡ് സ്കെയിൽ, ആക്ച്വൽ ഫിഗറിനേക്കാളും വലുതാക്കിയാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അത് എൻലാർജ്ഡ് സ്കെയിൽ. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഷീറ്റ് നമ്പർ ഡ്രോയിങ് ഷീറ്റിൽ ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും. സൈസ് ഓഫ് ഷീറ്റാണ് ഡ്രോയിങ് ഷീറ്റിൽ നമ്മൾ കാണിക്കാത്തത്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ലൈൻ ഈസ് യൂസ്ഡ് ഫോർ ഡയമെൻഷൻ ലൈൻ. അപ്പോൾ ഡയമെൻഷൻ ലൈനിന് യൂസ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ ലൈനാണ്. കണ്ടിന്യൂസ് തിൻ ലൈനാണ് ഡയമെൻഷൻ ലൈനിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹാച്ചിങ് ലൈൻസ് ആർ ഡ്രോൺ സെറ്റ്. ഇപ്പോൾ ഹാച്ചിങ് ലൈനിൻ്റെ കോമൺ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. അപ്പോൾ 45 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് ആംഗിൾസിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ പ്രിഫറൻസ് കൂടുതൽ 45 ഡിഗ്രിയാണ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. ദ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് ഇൻ കേസ് ഓഫ് ആൻ ആരോ ഹെഡ് ഈസ്. ആരോ ഹെഡിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആയിരിക്കും. 3:1 ആണ് ലെങ്ത്തും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ. ദ ലാസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സോഫ്റ്റ് പെൻസിൽ. പെൻസിലിൻ്റെ സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ് അതിൻ്റെ എച്ച് വാല്യൂ, ബി വാല്യൂ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ബിയുടെ വാല്യൂ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് പെൻസിൽ സോഫ്റ്റ് ആയിരിക്കും, എച്ചിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചിട്ട് അത് ഹാർഡാവും ചെയ്യും. ഇവിടുത്തെ മാക്സിമം ബി വാല്യൂ വന്നത് 2B ആണ്. സോ ആൻസർ വരുന്നത് 2B ആയിരിക്കും. മെക്കാനിക്കൽ ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. മെക്കാനിക്കൽ ഓവർസിയർ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.